നമസ്കാരം, ഞാൻ ജയന്താണ്. ഇന്ത്യൻ 2 വരാൻ പോണ്. അതുകൊണ്ട് കാണാത്തവരൊക്കെ ഞാനെങ്കിൽ ഇപ്പൊ പോയി കണ്ടോ. പക്ഷെ നിങ്ങൾ കാണരുതെന്ന് എനിക്ക് പറയാൻ പറ്റൂ. മലയാളത്തിന്റെ 73 വയസ്സുകാരൻ കിളവൻ തമിഴ്നാട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കിളവനായി ആറാടിയ ഒരു സിനിമയാണ് ഇന്ത്യൻ. തമിഴിലെ ഉലക നായകൻ കമലഹാസൻ. പക്ഷെ ഇപ്പോഴത്തെ നമുക്ക് കണ്ടാൽ നമുക്ക് വെറും കോമഡി ആയിട്ട് തോന്നും ഈ ഒരു ചിത്രം. എനിക്ക് ഒരു കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്തത്. മകന്റെ ദുഷ്ടത്തരങ്ങൾ അംഗീകരിക്കാത്തൊരച്ഛൻ സ്വന്തം മകനെ കൊന്നുകളയുന്നു. അറിയത്തില്ല ഇപ്പോഴാണ് അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അന്നും ഇപ്പോൾ ഉള്ള പല പല കൊലപാതകങ്ങൾക്കും പ്രചോദനമാണ് ഇതേപോലെയുള്ള സിനിമകൾ. അന്ന് കണ്ട പല ആശയങ്ങളും വെച്ചാണ് ഇപ്പോൾ ഉള്ള പല ആൾക്കാരെയും കൊല്ലുന്നത്. തമിഴന്മാർക്ക് ഇനിയും എന്തിനു നമ്മൾ പൈസ ഉണ്ടായി കൊടുക്കുന്നു? ഇതൊക്കെ തിയേറ്ററിൽ വന്ന് അവരൊക്കെ കിട്ടാവുന്ന കുറച്ച് മാക്സിമം പൈസ കളക്ട് ചെയ്ത ചിത്രമാണ് ഈ ഇന്ത്യൻ. ഇനിയിപ്പോൾ ഇന്ത്യൻ 2 വരാൻ പോകുന്നു. അതെന്തായാലും ക്ലച്ച് പിടിക്കുമെന്ന് അറിയത്തില്ല. നമുക്ക് എന്തായാലും ഒന്നും ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ലല്ലോ. ഈ ഒരു കോൺസെപ്റ്റ് നമ്മുടെ മലയാളത്തിലെ സിനിമകളെ ഇതേപോലെ പ്രൊമോട്ട് ചെയ്യാൻ നോക്കൂ. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇതേപോലെയുള്ള അന്യ സംസ്ഥാന ചിത്രങ്ങൾ മലയാളികൾ പഠിക്കുള്ളൂ. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ തമിഴന്മാരെങ്ങനെ മലയാളികളെ കൊല്ലാന്ന് പറഞ്ഞിരിക്കുന്ന യവന്മാര് ഇപ്പൊ സിനിമയിലും കൂടെ കൈവശം കൊടുത്തേക്കാണ് ആൾക്കാരെ. പഴയ സിനിമകൾ ഇറക്കി ആൾക്കാരെ വീണ്ടും തിയേറ്ററിൽ കൊണ്ട് ആൾക്കാർ പോവും. കാര്യം മലയാളികൾക്ക് വിവരമില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, നിനക്കും വിവരമില്ല, നീ പോയി കണ്ടിട്ട്? ഞാൻ പോയി കണ്ടു. കാര്യം എന്റെ പണി ഇതായിപ്പോയില്ല, റിവ്യൂ ചെയ്യുന്ന പരിപാടി ആയിപ്പോയില്ല. അതുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന സിനിമ ഞാൻ കണ്ടിട്ടില്ല. ടിവിയിലും കണ്ടിട്ടില്ല, മൊബൈലിലും കണ്ടിട്ടില്ല. തിയേറ്ററിൽ പോയാണ് കാണുന്നത്. ഭയങ്കര സെറ്റപ്പ് ഒന്നും ആയി തോന്നിയില്ല. ഒരച്ഛന്റെ രോദനം എന്ന് പറയുന്ന ഒരു സാധനം ഈ ഒരു സിനിമയ്ക്ക് അനുയോജ്യമായിട്ട് എനിക്ക് തോന്നി. ഉലക നായകൻ കമലഹാസൻ ആയിക്കോട്ടെ. നിങ്ങൾ ദയവ് ചെയ്ത്, എൻ്റെ ഒരു റിക്വസ്റ്റാണ്, നിങ്ങൾ ദയവ് ചെയ്ത് ഇതേപോലെയുള്ള റീ റിലീസുകളെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യരുത്. പ്രൊമോട്ട് ചെയ്താൽ അവർക്ക് ഇനി ഒരു വളമാകും. ഇനിയും പഴയ സിനിമകൾ റിലീസ് ചെയ്യാനുള്ള ഒരു വളമാകും. അതിനിട വരുത്തരുത്. നമ്മുടെ മലയാള സിനിമ അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിന്റെ ഗതി മാറ്റിയ 2024 എന്ന് നിങ്ങൾ ആലോചിച്ചുകൊണ്ട്, ഇത്രയും വർഷങ്ങൾക്കിടയിൽ നമ്മുടെ മലയാള സിനിമയെ ഗതി മാറ്റിയ ഒരു വർഷം 2024. ഈ ഒരു വർഷത്തെ നിങ്ങൾക്കിനി തമിഴന്മാരുടെ സിനിമയെ ഗതി മാറ്റുന്ന വർഷമാക്കി മാറ്റരുത്. ദയവ് ചെയ്ത് മാറ്റരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. 2 വരട്ടെ, വേണമെന്നുള്ളവർ പോയി കാണട്ടെ എന്നില്ല. ഇറക്കിയത് എന്തിന്? കളഞ്ഞ പൈസ എന്തിന് ഒന്നുകൂടെ കളയണം? അതിനു വേണ്ടി ഒന്നും നമ്മുടെ മലയാളികളുടെ കയ്യിൽ പൈസ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.